നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളും കടത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം തന്നെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കാൻ സൗദി നിർദ്ദേശം നൽകി കഴിഞ്ഞു. സൗദി ഹെൽത്ത് അതോറിറ്റി അഥവാ വിഖായയാണ് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന രോഗവ്യാപന സാധ്യതയുള്ള ഒമിക്രോണിന്റെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിർബന്ധമായും ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൗദി ഹെൽത്ത് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ വിദേശത്ത് നിന്ന് സൗദിയിലെത്തുന്ന യാത്രക്കാർ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിൽ പോലും 5 ദിവസത്തേക്ക് മറ്റുള്ളവരുമായുള്ള സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. സ്വദേശികളും വിദേശികളും ഈ നിബന്ധന പാലിക്കണം. കോവിഡ് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ PCR പരിശോധനയ്ക്ക് വിധേയരാകാനും അവർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ സമയവും മാസ്ക് ധരിക്കുക, പൊതുയിടങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും പോകാതിരിക്കുക, ഹസ്തദാനവും സ്പർശനവും ഒഴിവാക്കുക, സാമൂഹിക അകലം സൂക്ഷിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക തുടങ്ങി പ്രതിരോധ നടപടികളെല്ലാം കർശനമായി തന്നെ പാലിക്കുന്നത് തുടരണം. കോവിഡ് പ്രതിരോധ വാക്സിനും അതിന്റെ ബൂസ്റ്റർ ഡോസും എടുക്കുവാൻ ബാക്കിയുള്ളവർ എത്രയും വേഗം അത് സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതിനിടെ രാജ്യത്തെ പ്രതിദിന കോവിഡ് പോസിറ്റീവുകളുടെ എണ്ണം 2ാം ദിവസവും 100 കടന്നു. ഞായറാഴ്ച 104 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏതാനും മാസങ്ങളായി കോവിഡ് ബാധ നിരക്ക് 50-ന് താഴെയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായാണ് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. കോവിഡ് ബാധ കാരണം പുതുതായി ഒരു മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ഇതുവരെയുള്ള കോവിഡ് കേസുകളുടെ എണ്ണം 5,50,742 ഉയർന്നു. കോവിഡ് മരണം 8,762 ഉയർന്നു. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതരിൽ 33 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.